ഗായ്സ്, ഗുഡ് മോർണിംഗ്. ജേണി ഓഫ് സിസിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൂടെ നിങ്ങളും പോരും. ഇന്നൊരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ എഴുന്നേറ്റുള്ളൂ. സമയം ഇപ്പോൾ 11:30 കഴിഞ്ഞു. രാവിലത്തെ കാര്യങ്ങൾ പല്ല് വെച്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്കൊന്ന് കാണാമല്ലോ. അപ്പോൾ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫാണ്. ജിഞ്ചറും ഇതിനകത്ത് ഇപ്പോൾ 2 ദിവസമായിട്ടോ ഞാനിത് കുടിക്കണത്. ഇതപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ എഴുന്നേറ്റോടെ ഇപ്പോൾ ഇതാ കുടിക്കൽ. ഇതെന്തെന്ന് പച്ചമഞ്ഞളും മറ്റേ ഇതും നെല്ലിക്ക ഇഞ്ചിയും കൂടി ഇട്ട് അരച്ചതാണ്. എത്രത്തോളം നല്ലതാണെന്ന് ഞാൻ റിസൾട്ട് നോക്കിയിട്ട് പറയാം. 2 ദിവസമായിട്ടുള്ളൂ ഇതിപ്പോൾ കുടിക്കണത്. പ്രത്യേകിച്ച് വലിയ ടേസ്റ്റൊന്നുമില്ല. ഉള്ള പരിപാടികൾ ശ്യാം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഇനി എനിക്ക് അടിച്ചു വാരി തുടക്കണം. ഫുഡ് വെക്കേണ്ട ആവശ്യമില്ല. ഇന്നലെ ഞങ്ങൾക്ക് ഇതെന്താന്ന് വെച്ചാൽ അവിടെ വാഷിംഗ് മെഷീൻ്റെ സൗണ്ട് ആയതുകൊണ്ട് നിങ്ങൾക്ക് കേൾക്കില്ല. അതുകൊണ്ടാണ് ഞാൻ മാറി നിന്ന് സംസാരിക്കണേ. അവിടെ വെച്ച് നിർത്തിയതും. താഴത്തെ ആൻറ്റിയുടെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഫ്രൈഡ് റൈസ് ഉണ്ടായി, മന്തി റൈസ് ഉണ്ടായി, പൊറോട്ട ഉണ്ടായി, പത്തിരി ഉണ്ടായി, ബീഫ് കറി ഉണ്ട്, ചില്ലി ചിക്കൻ ഉണ്ടായി, ബീഫ് ഫ്രൈ ഉണ്ടായി, അങ്ങനെ കുറച്ച് സാധനങ്ങളും ഉണ്ടായി. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഇന്നത്തേക്ക് എടുക്കാം. അപ്പോൾ എനിക്കിന്ന് ഫുഡ് ഉണ്ടാക്കണ്ടല്ലോ. വൈകുന്നേരം രാത്രി എന്തെങ്കിലും ഉണ്ടാക്കേണ്ടി വരും. ഉച്ചത്തേക്ക് ഇപ്പം തൽക്കാലം അത് മതി. ഇപ്പോൾ ബ്രഞ്ച് കഴിക്കാനുള്ള ടൈമാണല്ലോ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നതാക്കാം. ഇപ്പോൾ പണിയായിട്ട് അടിച്ചു തുടയ്ക്കാൻ മാത്രം ചെയ്താൽ മതി. ഫുഡൊക്കെ ചൂടാക്കാണ്. എന്നിട്ട് വേണം ബാക്കി പരിപാടികൾ തുടങ്ങാൻ വേണ്ടി. ഫുഡ് കഴിച്ചിട്ട് ഫസ്റ്റ് നമ്മുടെ വിശപ്പിനല്ലേ നമ്മൾ അകറ്റുക. പത്തിരിയാണ് കഴിക്കണത്. ശ്യാമു പൊറോട്ടയും ഫ്രൈഡ് റൈസും മന്തി റൈസും ഫ്രൈഡ് റൈസും ബാക്കി ഇരിക്കേണ്ടത്. അത് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം എന്ന് വിചാരിച്ചു. ഇപ്പോൾ പത്തിരി കഴിക്കാം. ഇപ്പം ഇതൊന്നും കണ്ട് പേടിക്കണ്ട. ഞാൻ ഫേസിൽ സ്ക്രബ് ഇട്ടതാണ്. സ്ക്രബ് ഇട്ടു. ഫേസ് പാക്കാണിത്. കോഫി പൗഡറും കടലപ്പൊടിയും കൂടെ. കുറച്ച് പണിയിലായിരുന്നു. ഫുഡൊക്കെ കഴിച്ചു, പാത്രമൊക്കെ കഴുകി അടിച്ചു വാരി തുടയ്ക്കാണ്. കയ്യിലൊക്കെ ഇട്ടിട്ടുണ്ട്. പോണ്ടിച്ചേരി പോയി വന്നതിൻ്റെ ആ ഒരു കരിവാളിപ്പൊന്നും മാറിയില്ല. അപ്പോൾ സ്ക്രബ് മൊത്തത്തിൽ അങ്ങോട്ട് ഇട്ടു. ഇനി പണിയും കൂടെ ഉണ്ട്. ആ പണി കഴിഞ്ഞ് കുളിക്കണം. അത് കഴിഞ്ഞിട്ട് കാണാം. കയ്യിൽ ഫുള്ള് മാസ്കാണ്. ചെറുതായിട്ട് പെഡിക്യൂർ ചെയ്യാൻ പോവാണ്. ഹോം മെയ്ഡ് ആട്ടോ, കാര്യമായിട്ടൊന്നുമില്ല. ചൂടുവെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പും ഷാമ്പുവും കൂടെ മിക്സ് ചെയ്തു. എന്നിട്ട് ഈ ചെറുനാരങ്ങ നീരും അതിനകത്ത് പേസ്റ്റ് ഇട്ട് ബ്രഷ് ചെയ്യുക. കാലിലൊക്കെ കുറേ നാൾ മുന്നേ ഞാൻ ചെയ്തതാണ്, പിന്നെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഒന്ന് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. വെള്ളത്തിലേക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ട്, കുറച്ച് ഷാമ്പു ഒഴിച്ചിട്ടുണ്ട്. കുറച്ചധികം ഷാമ്പു ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അത് ചെറുനാരങ്ങ എൻ്റെ കയ്യിൽ തീർന്നു പോയി. അപ്പം ഞാൻ പിഴിഞ്ഞ് വെച്ച ചെറുനാരങ്ങ എടുത്തിട്ട് അതിനകത്ത് പേസ്റ്റ് ഇരട്ടിയിട്ടുണ്ട്. പിന്നെ അത് കാലിൽ അരയ്ക്കണം. ചൂട് കൂടിപ്പോയിട്ട് വെള്ളത്തിന്. ഇപ്പോൾ കുറച്ച് വെള്ളം ചേർത്തു അതിൽ. പിന്നെ എന്നിട്ട് ഇത് ഞാൻ എൻ്റെ കാലിൽ അരയ്ക്കണം. ബാക്കി ഞാൻ ചെയ്തിട്ട് കാണിച്ചു തരാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ ടൂത്ത് ബ്രഷ് ഇല്ലേ, അത് വെച്ചിട്ട് അരച്ചാൽ മതി. നാരങ്ങയുടെ അവസ്ഥ ദാരിദ്ര്യമാണ്. ബാക്കിയല്ല, ഞാൻ കൂടുതൽ ഇട്ടതാണ്. ഇത് നമ്മൾ ബോഡി സ്ക്രബ് ചെയ്യും. ബോഡി വാഷും കൂടി ഇട്ടിട്ട് സ്ക്രബ് ചെയ്താൽ നല്ലതാണ് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് സ്ക്രബൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു കാലം ഇത്. ഇനിയും ഒരു പണിയുണ്ട് കേട്ടോ. ഇനി നെയിൽ പോളിഷൊക്കെ റിമൂവ് ചെയ്തിട്ട് നെയിൽ പോളിഷ് വേറെ ഇടണം. ടാൻ കണ്ടോ, ഡബിൾ കളർ കണ്ടോ? നമുക്ക് കുളിച്ചിട്ട് കാണാം. കുളിച്ചിട്ട് ഇനി പരിപാടിയുണ്ട്. നെയിൽ പോളിഷ് കളഞ്ഞിട്ട് നെയിൽ പോളിഷ് ഇടണം. പിന്നെ സമയം 2 മണിയായി. ഫുഡ് നേരത്തെ കഴിച്ചതുകൊണ്ട് കുഴപ്പമില്ല. വൈകുന്നേരം എങ്ങോട്ടെങ്കിലൊക്കെ പോകണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ പ്ലാനിങ് ഒന്നും ആയിട്ടില്ല. അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. അജ്മൽ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഷമാം ജ്യൂസ് ഉണ്ടാക്കാം. പണി പെൻഡിങ്ങിലാണ്. നഖം ക്ലീൻ ആക്കിയിട്ടില്ല, അത് ചെയ്യണം. ഷമാം ജ്യൂസ് ഉണ്ടാക്കിയിട്ട് അതൊക്കെ ചെയ്യാം. വന്നിട്ടുണ്ട് അജ്മൽ സിക്കി.
കളി കാണാം. കുറച്ച് ബാക്കി പകുതി ഷമാമുണ്ട്, അത് ജ്യൂസ് അടിച്ചിട്ട് കാണാം കേട്ടോ. ഷമാം ജ്യൂസ് റെഡിയായി. പാല് കുറവായിരുന്നു, അപ്പോൾ കറക്റ്റ് 3 ഗ്ലാസ്സിന് കിട്ടിയില്ല. എനിക്കെന്തായാലും 1/2 ഗ്ലാസ് മതി. ടേസ്റ്റ് ഉണ്ടോ? പാല് കുറവായിരുന്നു. കയ്യിലൊക്കെ നെയിൽ പോളിഷ് ഇട്ടു കണ്ടോ? കാലിലും കൂടി ഇടണം. കാലിലെ നഖമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വേണം ഇടാൻ. ഇതാണ് ഞാൻ കാലിലിട്ട കളർ. കാണുന്നില്ല, ഭയങ്കര ലൈറ്റ്. ഒന്നും ഉണ്ടായി കുറച്ച് നേരം, പക്ഷെ കിടന്നില്ല. ഇപ്പോൾ തുണി വിരിക്കാനുണ്ട്, തുണിയൊക്കെ വിരിക്കണം. അജ്മൽ ഇപ്പോൾ ഇവിടെ വന്നിട്ട് തണ്ണിമത്തൻ ഉണ്ടാക്കി തരാണ്. ജ്യൂസ്, തണ്ണിമത്തൻ ജ്യൂസ് കാണിച്ചു തരാം. തണ്ണിമത്തൻ ജ്യൂസ് ആരുണ്ടാക്കിയ? അജ്മൽ തന്നെ അരിഞ്ഞ് വെട്ടി നുറുക്കി അല്ലേ? സ്പൂൺ എന്ത് കഴിച്ചു നോക്ക്. ഞാനൊന്ന് റെഡിയൊക്കെ ആയി. ചുമ്മാ ഒരു ഫോട്ടോഷൂട്ട് എന്നൊക്കെ പറഞ്ഞിറങ്ങിയതാ. ഇവരെടുത്തു വരുമെന്നൊന്നും അറിയില്ല. വത്തയ്ക്ക് പിടിച്ചിട്ട് വേണം പോവാൻ വേണ്ടി. ഇവിടെ വത്തയ്ക്ക് എടുക്കുകയാണ്. ഞങ്ങളുടെ വത്തയ്ക്ക, അജ്മല വത്തയ്ക്കയുടെ സ്പെഷ്യലാണ്. ജ്യൂസ് ഗ്ലാസ് ഒന്നുമില്ല, ജ്യൂസ് ഗ്ലാസ് ഒക്കെ മേടിക്കണം. ഞാന്ന് പറഞ്ഞിറങ്ങിയതാ ഗായ്സ്. സമയം 5:30 ലൈറ്റൊക്കെ പോയി. എന്താ അവസ്ഥ എന്നൊന്നും അറിയില്ല. ഇവരെയൊക്കെ വിളിച്ചോണ്ട് പോകുന്നുണ്ട്, നടക്കുമെന്നൊന്നും അറിയില്ല, നോക്കാം. ഫോട്ടോഷൂട്ടിലാണ്. ക്യാമറമാൻ ഷ്യാമിനോടൊപ്പം രേവതി. അറിയില്ല, അത് പഴയതെന്തോ ആണ്. വർക്ക് ചെയ്യുമോന്നൊക്കെ ഒന്ന് നോക്കട്ടെ. വർക്ക് ചെയ്യും, പക്ഷേ അതിന് ക്ലാരിറ്റി ഒന്നുമില്ല. ഇവിടെ ഫോട്ടോയൊക്കെ എടുക്കാൻ വന്നു. 2 ഫോട്ടോ എടുത്തപ്പോഴത്തേക്കും ബാറ്ററി ലോ. അതോടുകൂടി ഫോട്ടോഷൂട്ട് അവസാനിച്ച് വെറുതെ ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങിക്കെട്ടി വന്നു. പിന്നെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നടക്കുകയാണ്. തിരിച്ച് ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങാണ്. അപ്പം അത്രേ ഉള്ളൂ ഫോട്ടോഷൂട്ട്. പുളി കണ്ടോ ഗായ്സ്? കാണുന്നില്ലല്ലേ? ഇല്ല, പുളി കുറേ നാളായി ആ പുളി കഴിച്ചിട്ട്. അതിങ്ങനെ പച്ചയെടുത്ത് ഉപ്പും മുളകും കൂട്ടി കഴിക്കണം. എന്താ ടേസ്റ്റ്! പറ്റി കണ്ടോ ഗായ്സ്? ഉണ്ട് ഇവിടെ. അജ്മലേ പോവാണോ? ഞങ്ങളൊന്ന് പുറത്തു പോകാൻ ഇറങ്ങാണ്. എങ്ങോട്ടാന്നൊന്നും അറിയില്ല. എല്ലാവരും ഉള്ളതുകൊണ്ട് ഒന്ന് പുറത്തു പോകാന്നൊക്കെ വിചാരിച്ച് ഇറങ്ങാണ്. റെഡിയായി. എത്തിയത് പുത്തൻതോട് ബീച്ച്, കണ്ണമാലി. അവിടെയാണ് ഞങ്ങളുള്ളത്. അവരൊക്കെ വരണേ ഉള്ളൂ, ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ. ഈ ബീച്ച് പക്ഷേ പകല് കാണാൻ നല്ല രസമുണ്ടെന്ന് തോന്നുന്നു, കല്ലൊക്കെ ആയിട്ട്. പക്ഷെ ലൈറ്റൊന്നും ഇല്ല കേട്ടോ. ഇത് വലിയ ഫേമസ് ആവാത്ത ബീച്ചാന്നാണ് തോന്നണത്. തീരെ ഉണ്ട് കേട്ടോ. കണ്ടോ, അത് വെള്ളം ഇവിടെ വരെ എത്തിക്കണം. ഇങ്ങോട്ടൊക്കെ കല്ലാണ്. അവിടെ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. അങ്ങോട്ട് പോയി നോക്കണം എന്താ പരിപാടിയൊന്നും അറിയില്ല. അവിടെ നല്ല തിരക്കിട്ടില്ല. ബീച്ചിന് ഫുള്ള് പാറയുണ്ട്, പക്ഷേ വെള്ളം നല്ല സ്പീഡിന് അടിക്കണ കൊണ്ട് പാറയുടെ ഇപ്പുറം വരെ ആ വെള്ളം വരുന്നുണ്ട്. സേഫ് അല്ല ഇപ്പോൾ ഇറങ്ങല്. ബീച്ചിലിറങ്ങൽ അത്ര സേഫായിട്ട് എനിക്ക് തോന്നുന്നില്ല. കണ്ടാ നല്ല അടിക്കുന്നുണ്ട്. ഇറങ്ങാൻ പറ്റിയൊരു സിറ്റുവേഷനിലല്ല. കണ്ടാ ഞാനുണ്ട്, അജ്മലുണ്ട്, ആമിനയുണ്ട്, മുസ്ഫി ഷെയ്നും ഏതോ ലേലത്തിന് കിട്ടണ ഡ്രസ്സിൻ്റെ കട കണ്ടു. അപ്പോൾ അവിടെ കയറി. ഞങ്ങൾ വേറെ ഒരു ഹോട്ടലാണോ കഫേയാണോ എന്താണെന്ന് അറിയില്ല, കയറി നോക്കാൻ വേണ്ടി വന്നതാ. ഫലാഫിൽ റാപ്പാട്ടോ പറഞ്ഞത്. ഫുഡ് കഴിക്കാൻ കയറിയതാ. ഫുഡ് കഴിക്കാൻ കയറിയതാണ്. ഫുഡ് കിട്ടിയിട്ടില്ല, വെയിറ്റിങ്ങിലാണ്. ഗായ്സ് നമ്മൾ വീടെത്തിയിരിക്കുന്നു. ഫേസൊക്കെ കഴുകി. ഞാൻ ഭയങ്കരമായിട്ട് പൊടി അടിച്ചിരുന്നു, അപ്പോൾ ഞാൻ ഫേസൊക്കെ ഒന്ന് വന്ന പാടെ തന്നെ കഴുകി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയുള്ളൂ. ടാറ്റാ.